ഇതൊക്കെ കണ്ടായിരുന്നോ? ഞാൻ എല്ലാ പാത്രങ്ങളും, അതായത് വിളക്ക് സാധനങ്ങളൊക്കെ എല്ലാത്തിലും സിട്രിക് ആസിഡും ഉപ്പും വിനീഗറും മൈദാമാവും ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് അതിൻ്റെ ഒരു മിക്സ് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഗണപതിയൊക്കെ ഇരിക്കുന്നുണ്ടോ? ശിവലിംഗത്തിന് തേച്ചിട്ടില്ല കേട്ടോ. ബാക്കി ശിവലിംഗവും മൺപാത്രങ്ങളും പിന്നെ ഈ തുളസിത്തറ മാത്രമുള്ള ഒരു ചെറിയൊരു അതിൽ തേച്ചിട്ട് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. ബാക്കി അത്രയും ക്ലാവ് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുവാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ടൊന്ന് എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ പുതിയൊരു സ്ക്രബ്ബർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് എവിടെയെങ്കിലും കുറച്ച് കൂടുതൽ ക്ലാവ് കാണുകയാണെങ്കിൽ ഈ സൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ സ്പഞ്ച് വെച്ചിട്ടോ ഒന്ന് സ്ക്രബ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സ്ക്രബ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, കാരണം ഇത് വലിയ ഇതൊന്നുമില്ല. കാരണം നമ്മുടെ ഈ ഇതിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ കിട്ടും. എൻ്റെ കൈക്ക് സ്വാധീനം കുറവാണ്. രണ്ട് കൈക്കും ലൈക്ക് എന്താ പറയുക, ഷോൾഡേഴ്സും ഫിംഗേഴ്സും ഒന്നും കറക്റ്റായിട്ട് കോർഡിനേറ്റ് ആവത്തില്ല. ബാക്ക് പെയിനും സ്റ്റിഫ് ബാക്കും പിന്നെ ഫ്രോസൺ ഷോൾഡറൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. കൈക്കൊക്കെ ഭയങ്കര കുറവാണ് സ്വാധീനം. അപ്പം ആ ബലം കിട്ടത്തില്ല. ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓരോന്നും ഇങ്ങനെ നമ്മളിങ്ങനെ മുറുക്കി തേക്കത്തില്ല. ഇതിൻ്റെ ഇവിടേക്ക് പോകാനായിട്ട് നമ്മൾ സാധാരണ പിടിക്കത്തില്ല. എന്താ പറയുന്നത്, നാട്ടിൽ ചകിരിയൊക്കെ വെച്ചിട്ട് ഭസ്മൊക്കെ വെച്ച് തേക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. അത്രയും പ്രഷർ കൊടുക്കാനുള്ള ഒരു ഇത് എൻ്റെ കൈകൾക്ക് ഇല്ല. ഇതൊക്കെ ചെയ്യാനാണ് ഇന്ന് സൺഡേ സെക്കൻഡ് ഹാഫ്. വർക്കല്ലല്ലോ ഇന്ന്. എന്താ ഞാൻ രാവിലത്തെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ പല്ലേക്കുന്നതും ഇതൊക്കെ എടുത്ത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നാട്ടിൽ വിളിച്ച് കുറച്ച് സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങുകയാണ്. ഇത് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം വിളക്ക് വൈകിട്ട് കത്തിക്കുന്നുള്ളൂ. അതിനു മുമ്പ് എനിക്കൊരു പാർക്കിലും, പണ്ട് ഞാൻ പോകുന്ന പാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പാർക്കിനകത്തല്ല, റോഡ് സൈഡിൽ. ഇവിടുത്തെ ക്ലൈമറ്റിന് വളരുന്ന ചെടികൾ. അപ്പോൾ എനിക്കിനി പുറത്ത് പോയി ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയമില്ല. പോയി വാങ്ങിച്ചുകൊണ്ടൊന്ന് എടുത്തുകൊണ്ട് വരുന്ന വെക്കാനുള്ള ഈ രണ്ട് കൈകൾക്കും അത്ര ബലമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പതുക്കെ കിട്ടുന്ന ചെടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലൈമറ്റിൽ വളരുന്ന ആ പച്ച ഇല മാത്രം മതി എനിക്ക്. അതുകൊണ്ട് ഒരു ഡെക്കുണ്ട് എൻ്റെ അടുത്ത് ഈ ചെടികൾക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ മണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൽ വെക്കണമെന്നാണ് ഇനി ഉച്ചയ്ക്കുള്ള അങ്ങോട്ടുള്ള പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കുക്കിംഗ് ഒന്നും അധികം ഉണ്ടാവത്തില്ല, കാരണം ഓൾറെഡി ലെഫ്റ്റ് ഓവർ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പരിപാടി ഒന്ന് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കാര്യം കൂടി കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് മഞ്ഞളും കുങ്കുമവും ഭസ്മത്തിനൊക്കെ നല്ല മണമുണ്ട്. ഒരു പാക്കറ്റിൽ കിട്ടിയതാണ്, പോയി വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ചത്. മഞ്ഞളും പച്ച മഞ്ഞളും പിന്നെ ലാവൻഡർ, തുളസി ഇല, പിന്നെ അക്ഷന്തളം എന്ന് പറയില്ല, നമ്മൾ ഈ അരിയിൽ കുറച്ച് മഞ്ഞളൊക്കെ കലക്കിയിട്ട് എടുത്ത് വെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പൂക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ ദൈവത്തിന് കൊടുക്കുന്ന വർഷിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇടത്തില്ല. അതിന് പകരം അതില്ല എന്നുണ്ടെങ്കിൽ ഈ അക്ഷന്തളം 1-2 ഇങ്ങനെ തെളിച്ചില്ല, ഫ്ലവേഴ്സിന് പകരമുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കും ഈ അരിയിൽ. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഏതായാലും ഈ നാട്ടിലിങ്ങനെ ഫ്ലവേഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്. പക്ഷേ ഇലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇലയൊക്കെയാണ് നമ്മൾ ഈ ചിലപ്പോൾ എന്തെങ്കിലും വിളക്ക് വെക്കുന്ന വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഇലയും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ച് പച്ചയും മഞ്ഞയും കളറൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഞാൻ വലിയ ഭക്തയൊന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ച് ലേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെയാണ് ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പം ഞാൻ ഏതായാലും വീഡിയോ ഇങ്ങോട്ട് മൊബൈൽ തിരിച്ചു വയ്ക്കുകയാണ്. എൻ്റെ മൊബൈലിന് ചാർജ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ സൈഡിൽ. അപ്പം വിസിബിലിറ്റി എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല, ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനും പറ്റുന്നില്ല കാണിക്കാനായിട്ട്, ബിക്കോസ് ലെങ്ത് കുറവാണ്. പിന്നെ ഇവിടെ വെച്ച് കണക്ട് ചെയ്യാനുള്ള വേറെ ഫെസിലിറ്റി ഇല്ല, അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. ഇവിടെ നേരത്തെ കാണിച്ചു വെച്ചിരുന്ന ആ ബേസിനിൽ കുറച്ച് വെള്ളമുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ തേച്ച് പിടിപ്പിച്ചത് ഏതാണെന്ന് ഒരു ഓർമ്മയില്ല. ഏതാണെന്ന് തോന്നി ഈ പ്ലേറ്റ്. ഇത് ഭയങ്കരമായിട്ട് കറുകറായിരിക്കുമായിരുന്നു. ഇപ്പോൾ ഉണങ്ങിയിട്ട് തന്നെ ഏതാണ്ട് ഒരു സമയം
പോളിഷ് ചെയ്തെടുക്കും എന്നാലാവുന്ന രീതിയിൽ. അങ്ങനെ ഇതിൽ വെച്ച് ഞാൻ തുടങ്ങി. നല്ലോണം കഴുകിയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ടായത്. ഇനി ഫൈനലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ വെള്ളവും കൂടി കലക്കിയിട്ട് ആ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് മുക്ക് വെക്കുകയാണെങ്കിൽ ഒന്ന് ആ യെല്ലോ ഷൈനിങ് ഇല്ലേ നമ്മുടെ ബ്രാസിൻ്റെ ഒക്കെ, അത് കുറച്ചൊന്ന് കിട്ടും ആ കളറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അഴുക്കത്രയും പോയിട്ടുണ്ട്, മാക്സിമം പോയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ, വരത്തില്ല, എത്ര തേച്ചാലും വരത്തില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. ചെയ്യാൻ പറ്റുന്ന എൻ്റെ കൈക്കുള്ള സ്വാധീനത്തിനനുസരിച്ചിട്ട് ഇത് മാക്സിമം കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടെങ്കിൽ പൊള തിളങ്ങുമായിരുന്നു. അങ്ങനെ ഇനി ഞാൻ ഇതെല്ലാം വൺ ബൈ വൺ എല്ലാം തേച്ച് വെച്ചിട്ട് ക്ലബ് കാണും. എൻ്റെ മുരുകൻ്റെ വെയിലുണ്ട്. ഇതൊരു എളുപ്പം മെത്തേഡാണ് കേട്ടോ. നല്ലോണം ക്ലാവ് പിടിച്ച് ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഒത്തിരി, അതായത് പ്രഷറൊന്നും കൊടുക്കാണ്ട് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പരിപാടി. ഇതിനകത്ത് കാർവിങ്സ് കുറച്ച് കൂടുതലാണ്. അപ്പം ഡിസൈൻസ് ഒക്കെ വരുന്നത് കൊണ്ടും ആ ഡ്രസ്സും ആഭരണങ്ങളുടെ ഒക്കെ ഡിസൈൻസ് വരുന്നതുകൊണ്ട് ഞാൻ ഈ തേച്ച് പിടിപ്പിക്കുന്ന മാവ് അതിൽ കയറി ഒന്ന് ഒട്ടിയിരിക്കും. അപ്പം അത് ഇച്ചിരി ഇളക്കാനായിട്ട് നമ്മൾ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കേണ്ടി വരും, എന്നെ പോലെയുള്ള വ്യക്തിക്ക്. അല്ലാത്തവർക്ക് അതൊന്നും വേണ്ട. പിന്നെ ഇതുപോലത്തെ സ്ക്രബ് മതി കേട്ടോ. അത് നമ്മളൊന്ന് ആ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ എല്ലാം ഇളകി വരും. ഉണങ്ങിയിരുന്നാലും രണ്ടാമത് വെള്ളത്തിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് പിന്നെയും ഈർപ്പം പിടിക്കല്ലേ. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന മിക്ക സാധനങ്ങളും മാറ്റ് ഫിനിഷിങ് മാത്രമുള്ളതായിരിക്കും. അതെന്തോ മാറ്റ് ഫിനിഷിനോട് എനിക്ക് ഭയങ്കര ഒരു സ്നേഹമുണ്ട്, ഇഷ്ടമാണ് അത്. കാരണം വെച്ചാൽ ഭയങ്കര ഗ്ലേസി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഗ്ലേസിനെസ് എപ്പോഴും ഉണ്ടാവത്തില്ല. മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ലൈക്കിനോ ആ പഴമയുടെ ഒരു ഇതും എന്താ പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. പക്ഷെ ദാറ്റ് ഈസ് ദ വൺ വിച്ച് ഐ പ്രിഫർ. എന്ത് സാധനം വാങ്ങിച്ചാലും, ഈവൻ ഗോൾഡിലാണെങ്കിൽ പോലും വാങ്ങിക്കുകയാണെങ്കിൽ ഐ പ്രിഫർ ടു ഗോ വിത്ത് എ മാറ്റ് ഫിനിഷ്. ഭയങ്കര പോളിഷ്ഡ് സാധനങ്ങൾ എടുക്കാൻ എനിക്ക് തോന്നത്തില്ല ഒരിക്കലും. ഞാൻ ഓൾറെഡി കുറച്ചിവിടെ ചെയ്ത് പ്ലേറ്റ്സൊക്കെ ഇങ്ങനെ ചെയ്ത് മാറ്റി വെച്ചിരിക്കണം, കാണുന്നുണ്ടോ? കഴുകി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ബാസ്ക്കറ്റ് ഞാൻ അടുത്ത് സിങ്കിൽ വെച്ചിരിക്കുവാണ്, എല്ലാം ഇറക്കി വെച്ചിരിക്കുകയാണ്. ബാസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു പേപ്പർ ഇട്ടിട്ട് ഈ വെള്ളമൊക്കെ അതിൽ പിടിക്കും. ഇങ്ങനെ കഴുകി എടുത്ത് വെച്ചിരിക്കുക. പിന്നെയും ബാക്ക് ടു തിങ്. എൻ്റെ വീട്ടിൽ ഇത് നന്ദീശ്വരൻ്റെ മണി, ഇത് ഞാൻ അടിക്കുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും വേണ്ടിയിട്ടും. അതിൽ ആദ്യം എനിക്ക് വേണ്ടിയിട്ട്, പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട്. നമ്മുടെ ഗണപതി, എനിക്ക് ഗണപതിയെ ഭയങ്കര ഇഷ്ടം.
ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇടയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കും മാവ്. ഒത്തിരി കാർവിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ഈസി ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചു. പ്രഷർ വെള്ളമില്ല, ആ സൈഡിലോട്ട് വെച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രഷർ മാറ്റിയാൽ മതി. അപ്പം ഇവിടെ വരുന്ന വീഡിയോ ഉണ്ടോ, അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടേക്ക് തെറിക്കും. സ്റ്റിൽ കറക്റ്റായിട്ട് പോയി കിട്ടുന്നുണ്ട്. അതിനുകൊണ്ട് മാർഗങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും അവിടെ ഇവിടെ ഒന്നും ഒട്ടിരിക്കില്ല. എൻ്റെ വിഗ്രഹങ്ങളെല്ലാം കറക്റ്റായിട്ട് ക്ലീനായി കിട്ടും. സി എന്ത് രസമായിട്ടിരിക്കുന്നതൊക്കെ ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണുന്നുണ്ടോ? എൻ്റെ ഗണപതി ഉള്ളിലൊക്കെ കണ്ടോ കറക്റ്റായിട്ട് ക്ലീനായി. അത് ഒന്നിലും ഇങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല, മാവെല്ലാം കറക്റ്റായിട്ട് വരികയും ചെയ്തു. അങ്ങനെ എൻ്റെ വിഗ്രഹങ്ങളും ഓരോന്നായിട്ട് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു തട്ടം ലാസ്റ്റ്, ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് തേച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ആദ്യം തേച്ച് പിടിപ്പിച്ചതിൻ്റെയൊക്കെ ഒന്ന് എടുക്കുകയാണ് ഞാൻ. ഇത് നമ്മുടെ നിലവിളക്ക് ഇതിൽ എനിക്ക് സൂപ്പറായിട്ട് പോളിഷായി കിട്ടി. എനിക്ക് എൻ്റെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ മേലിൽ ഇത് നിലവിളക്കിൻ്റെ സ്റ്റാൻഡാണ്, താഴത്തെ സ്റ്റാൻഡ്. ഇതിൻ്റെ മേലിലാണ് ഞാൻ മറ്റേത് ഇത് വെച്ചിട്ട് തിരിക്കുന്നത്. നമ്മുടെ വിളക്കെ ഈ സാധനം ഇങ്ങനെ. പക്ഷെ അത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൻഡിന്, അതായത് ആ വെക്കുന്ന വിളക്ക് വെക്കുന്ന സ്ഥലത്ത് അത്ര ഹൈറ്റ് ഇതില്ല. അപ്പോൾ എണ്ണ നമ്മൾ തിരികെ വെക്കണമെങ്കിൽ മേളിൽ ഒന്നാമത് തടി വീടുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇത് മാത്രമായിട്ട് ഇത് ഒരു തട്ടത്തിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നത്. 5 വിളക്ക് വെക്കുന്ന ദിവസം അല്ലെങ്കിൽ 7 വിളക്ക് വെക്കുന്ന ദിവസം ഇതിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലത്തെ വിളക്ക് ഇതിൻ്റെയൊക്കെ പോളിഷ് ഉണ്ട്, ഒട്ടും പോയിട്ടില്ല. ഈ സൈഡ് നോക്കിയൊക്കെ ഒരു സ്റ്റാൻഡിൽ എടുത്ത് വെച്ച് കാണിച്ചു. എന്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എങ്ങനെ വെക്കണമെന്ന് അറിയില്ല, അതാണ് എൻ്റെ മെയിൻ. ഒരു സപ്പോർട്ട് എന്തെങ്കിലും ബാക്കിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റും നോക്കട്ടെ. വേണ്ടിരുന്ന വെള്ളം ഇത് കണ്ടോ, വിളക്കിൻ്റെയൊക്കെ പോളിഷ് കറക്റ്റായിട്ട്, ആ ഗ്ലേസിനെസ് അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളും ഞാനിത് നന്നായിട്ട് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്റ്റിൽ കുറേയൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ എനിക്കിത് എൻ്റെ കൈയുടെ പ്രഷറിനനുസരിച്ചിട്ട് ഞാനിത് ചെയ്തിട്ടും ആ സിട്രിക് ആസിഡ്, വിനീഗർ, ഉപ്പ്, മൈദാമാവ്, പിന്നെ ഇച്ചിരി വെള്ളം, അതൊരു പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കിട്ടുന്നതാണ്. മറ്റേത് പുളിവെള്ളം ഇട്ട് തേക്കണമെങ്കിൽ ചുവന്ന് വരുന്ന കണ്ടിട്ടുണ്ട് ഈ പാത്രങ്ങളൊക്കെ. അത് വേറൊരു പോളിഷായിട്ട് മാറും. പെട്ടെന്ന് വരികയും ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ കളർ മാറും. ഈ മഞ്ഞ കളർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ബ്രാസിൻ്റെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് കേട്ടോ. യൂട്യൂബിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് അവസാനം ഒരു ദിവസം സംതിങ് ഐ ഫൗണ്ട്, അങ്ങനെ ചെയ്തതാണ്. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അധികം പ്രഷർ കൊടുക്കാണ്ട്, പിന്നെ എൻ്റെ ഒരു ആരോഗ്യ ലക്ഷണവും വെച്ചിട്ട് വേണമല്ലോ എനിക്കെല്ലാം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഫൈൻഡ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഈ ചെയ്യുന്നത്. ഇനി നമ്മൾ തിരിച്ചു വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ നാഗര
ഇത് ഞാൻ എൻ്റെ ശിവലിംഗത്തിൻ്റെ ആഭരണമല്ലേ, ശിവാഭരണത്തിൽ ഒരാണ്. ശിവാഭരണം ഇതും പോളിഷ് പോയിട്ടില്ല. ഇനി ഇതിന് മഞ്ഞളിലൊക്കെ തേച്ചിട്ട് അലങ്കരിക്കണം. കുഞ്ഞു കിണ്ടി. എൻ്റെ വീഡിയോ ഇന്ന് ഭയങ്കര ലെങ്തി ആവും. ഇപ്പോൾ തന്നെ കുറേ ആയി. ഉള്ളിൽ നോക്കിയേ, ഇതേ ഷൈൻ എഫക്റ്റ് ഉള്ളിലും വന്നിട്ടുണ്ട്. നേരത്തെ ക്ലാവ് പിടിച്ച് കിടക്കുമായിരുന്നു. ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ കാണിക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ കാണിക്കുവാണ്. എനിക്കറിയില്ല ഇത് ഇനി എങ്ങനെ ഇതിനകത്ത് കൊണ്ട് ഇങ്ങനെ കാണിക്കണം എന്നുള്ളത്. എനിക്ക് എൻ്റെ ഈ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ആ ക്ലാവൊക്കെ മാറി ഉള്ളിൽ. ഞാനിതിൽ എന്നും വെള്ളം നിറച്ചിട്ട് വിളക്ക് കത്തിക്കും. വിളക്ക് ഒരു തുളസിയിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കും. എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഇത് ഞാൻ കുടിക്കും വെറും വയറ്റിൽ. നല്ലൊരു പ്രശാന്തം, വയറിനകത്തൊരു തണുത്തൊരു ഫീലാണ് കിട്ടുന്നത്. ദൈവങ്ങളുടെ പ്രസാദം, അവരുടെ അനുഗ്രഹം കാണുന്നതിനകത്ത്. ഇത് നമ്മുടെ നാടൻ പറ. ഇത് നിറച്ചും അരി ഒഴിച്ച് വെച്ചിട്ട് തെങ്ങിൻ്റെ ഇതൊന്നും ഇല്ല, കൊലമൊന്നും ഇല്ല എനിക്കിതിൽ വെക്കാനായിട്ട്. നെൽക്കതിരോ അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്ന ലോക്കൽ ഒരു തരം നെല്ലിൻ്റെ ഒരു തരം വിത്തുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെംസൊക്കെയാണ് ഞാൻ ഇതിൽ നിറച്ചും അരി ഒഴിച്ച് വെച്ചിട്ട് കുത്തി വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു തുളസി ഇല എടുത്ത് തണ്ടും വയ്ക്കും. ഒരു തുളസിയുടെ എന്തെങ്കിലും വാങ്ങിച്ച് വയ്ക്കുമ്പോൾ തുളസി ഉണങ്ങിയാലും ഫ്രഷായിട്ട് ഇരുന്നാലും ദാറ്റ് ഈസ് കൺസിഡേർഡ് ഇസ് ലൈക്ക് പവിത്രമായിട്ടുള്ളൊരു സാധനം. അതൊരിക്കലും ചീത്ത എന്ന് പറയത്തില്ല. അപ്പോൾ ആ തുളസിയുടെ ഒരു ഇല, ഇച്ചിരി മഞ്ഞളോ ലാവൻഡറോ ഈ ഡ്രൈ ഫ്ലവേഴ്സ് എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ, അതിൻ്റെ മേലിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും. ഇതാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ വീട്ടിൽ പാപ്പനംകോടിൽ ചേച്ചി വാങ്ങിച്ച് വെച്ചതായിരുന്നു. ചേച്ചി വാങ്ങിച്ച് എവിടെയൊക്കെ വെച്ചിരുന്നു. പിന്നെ അവസാനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് ഈ നമ്മുടെ ഷോ കേസിലൊക്കെ ഇല്ല, വെറുതെ എന്തോ സ്റ്റേപ്പിൾ പെൻസും അതും ഇതുമൊക്കെ ഇട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് വെച്ചിരുന്നു. കണ്ടപ്പം സഹിച്ചില്ല. അതിനെ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. നോട്ട് അടിച്ചു മാറ്റി പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ എടുത്തുകൊണ്ടുവന്നത് അമ്മയുടെ അടുത്തും അനിയൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. എടുത്തോന്ന് പറഞ്ഞു. അത് ഇപ്പം എൻ്റെ തട്ടത്തിൽ ഞാൻ എന്തൊക്കെയാണ് വെക്കുന്നത് ഇതിൽ വെറ്റില പാക്ക്, അടക്കയും വെറ്റിലയും, ഈ പറയിൽ നിറച്ചും അരിയും, ബാക്കി ഇവിടെ എന്തൊക്കെ കിട്ടുന്ന ആ ഫ്ലവേഴ്സിൻ്റെ അതിനനുസരിച്ചിട്ട് ആ കുറച്ച് സ്റ്റെംസും തുളസിയും. ഇത് വിളക്കുകൾ ഒരു സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഇതിനാണ് ഐശ്വര്യത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ലക്ഷണം എന്ന് പറയുന്നത്. ഇത് വെച്ച് പൂജിച്ചാലും മതി. ഇതും ഒരു കണ്ണാടിയോ ഒരു പടമോ ഒന്നും നമുക്ക് വിളക്ക് വെക്കാനോ ഒന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ ചെറിയ ഒരു മൺപാത്രത്തിൽ ഒരു ചെറിയൊരു തിരി വെച്ചാലും മൺവിളക്ക് എണ്ണത്തില്ലേ, ഇത്രയും മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ബാക്കി ഇതൊക്കെ എൻ്റെ ഡെക്കറേഷൻ പീസസ് ആയിട്ട് ഒരു അലങ്കാര വസ്തു മാത്രമേ. ഇപ്പം അതൊക്കെ ഇല്ലേ, നമ്മൾ റീൽസ് ഉണ്ടാക്കുന്ന ഒരു കാലമല്ലേ. അപ്പോൾ മാക്സിമം റീൽസിൽ എന്തൊക്കെ സാധനങ്ങൾ കയറ്റാൻ പറ്റുമോ അതൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും. വലിയ വിലയുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ
പണ്ടുകൊണ്ട് വാങ്ങിച്ചു വെച്ചത് 5-10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളായിരുന്നു. മൺപാത്രം സോപ്പ് വെള്ളം ഇല്ലാണ്ട് പറ്റില്ല. ഇതിൽ ഞാൻ ചെറിയ വിളക്ക് വെച്ചിരുന്ന ഒരു ഇതായിരുന്നേ, അതിൻ്റെ പാത്രമാണ്. അപ്പം അതിൽ എണ്ണ വീണ് എണ്ണ മയമുണ്ട്. അപ്പം ഇതിൽ ഞാൻ മറ്റേ സാധനങ്ങളൊക്കെ വെച്ച് തേച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സാധാരണ സോപ്പ് ജെല്ല് വെച്ചിട്ട് കഴുകിയെടുക്കാം. ഈ മൺപാത്രം എന്ന് വെച്ചാൽ ഈ 2 എണ്ണം, ഇതിൻ്റെ 3-4 എണ്ണം വേറെയും കൂടി ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? നമ്മുടെ ഇവിടുത്തെ ഡോളർ ട്രീയിലല്ലേ എന്താ ഈ കുഞ്ഞു ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിൻ്റെ താഴെ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് വെക്കാനായിട്ട് വിത്തൊക്കെ പാകി വയ്ക്കുന്ന ഒരു കുഞ്ഞു ഡബ്ബകൾ പോലത്തെ കിട്ടും. അതിൻ്റെ താഴത്തെ തട്ടാണിത്. വെള്ളം വീണാലും താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ പിടിച്ചിട്ട് നമ്മുടെ വിളക്കിൻ്റെ ഇടയിൽ ഒരു ഭംഗി കൂട്ടാനായിട്ട് എടുത്തു വെച്ചു. ഇതെൻ്റെ കുഞ്ഞ് കാമാക്ഷി വിളക്ക്. ഇതിൻ്റെ വേറൊരെണ്ണം അപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അത് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അതും വലിയൊരു കാമാക്ഷി വിളക്കും കൂടി എടുത്ത് ഷെൽഫിൽ കയറ്റി വെച്ചിരിക്കുകയാണ്, ഒരു ഡെക്കറേഷൻ പീസായിട്ട്. എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ അതും കൂടി എടുത്ത് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ വിളക്കിന് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഇതാണ്, കാരണം വലിയ തിരി വെച്ചിട്ട് കത്തിക്കുന്നില്ല. ഒന്നെങ്കിലും ഞാനിപ്പം നേരത്തെ കാണിച്ച പോലെ നിലവിളക്ക് 7 തിരി കത്തിക്കുന്ന ദിവസം അത് യൂസ് ചെയ്യും. അല്ല റെഗുലർ യൂസിന് വേണ്ടിയിട്ട് ഇത് ചെറിയൊരു സ്പൂൺ എണ്ണ മതി. പിന്നെ ഒരു തിരിയും കൂടി വെച്ച് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ മാക്സിമം കത്തും. ചെറിയ തിരിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കത്തിക്കോളും. മറ്റത് കൂടുതൽ എണ്ണയും വെച്ചിട്ട് മേളിൽ ഇങ്ങനെ ഇത് കയറും, പുക പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതൊക്കെ പ്രത്യേകിച്ച് പറയുകയാണ് തടി വീടായതുകൊണ്ട് പിന്നെ എടുത്ത് പറയാം. നമ്മുടെ ഇവിടുത്തെ ആ ഇതും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നതും. അതാണ് ഈ മിനിയേച്ചർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചത്. പിന്നെ അതുപോലെ വിഗ്രഹങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിന് കൂടുതൽ സേവ ചെയ്യേണ്ടി വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓരോ വിഗ്രഹത്തിനും അതിൻ്റെതായ രീതിയിൽ. അപ്പോൾ അത്രയും സേവ മീൻസ് ലൈക്ക് പൂജകൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പൂജ ചെയ്യുന്ന രീതികളൊന്നും തന്നെ എനിക്കറിയത്തില്ല. എല്ലാം ഒരു സങ്കല്പം മനസ്സിലായി. ദൈവമേ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, ഇനി ഇങ്ങോട്ടൊന്നും ചോദിച്ച് അല്ലെങ്കിൽ അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോട് വരരുതേ എന്ന് പ്രത്യേകം മനസ്സിൽ പറഞ്ഞിട്ടാണ് ചെറിയൊരു വിളക്ക് ഫ്രണ്ട് കത്തിക്കുന്നത്. അങ്ങനെ പറയും, ഒരു സൈസ് കഴിഞ്ഞ ഒരു വിഗ്രഹമാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് ഈസ് കൺസിഡേർഡ് ഈക്വലി ടു ലൈക്ക് സാധാരണ ഒരു ടെമ്പിളിൽ ചെയ്യുന്ന മാതിരി. അപ്പം ആ ടെമ്പിളിൽ ചെയ്യേണ്ട സേവകൾ എന്തൊക്കെ വേണം, രാവിലെ തൊട്ട് ആ നട അടയ്ക്കുന്നവരെ അതെല്ലാം ചെയ്യണം എന്ന് പറയും. അത് തുടക്കം വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ എല്ലാം കണ്ടിന്യൂ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകണം. എന്നെ കൊണ്ട് അത് പറ്റുന്ന ഒരു ഇതൊന്നുമല്ല. അതുകൊണ്ട് സാധാരണ ഒരു കുഞ്ഞു ഇതാ വാങ്ങിച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ടൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. ഇതിൽ എണ്ണ ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം ഞാൻ കിച്ചൺ ടവൽ വെച്ചിട്ട് ആ എണ്ണ ഇത്തിരി ഒപ്പെടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മറ്റേ ആ പേസ്റ്റ് സിട്രിക് ആസിഡിൻ്റെയൊക്കെ പേസ്റ്റ് ഞാൻ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെയും കുറച്ച് എണ്ണയുടെ ഒരു ഇത് കിട്ടുന്നതുകൊണ്ട് സോപ്പ് ജെല്ലും കൂടി ഇട്ടിട്ട് പോളിഷ് ചെയ്യും. നല്ല രീതിയിൽ പോളിഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. ഷൈൻ ചെയ്യുന്നുണ്ടോ? ബ്രാസിൻ്റെ അതേ ഇതിൽ തന്നെ നിൽക്കുവാണ്. ഒട്ടും ഒരു ക്ലാവായിട്ടോ ഒരു ഇതുമായിട്ടോ കാണുന്നില്ല. അങ്ങനെ എൻ്റെ അതുമായി ഇനി 1-2 സാധനങ്ങൾ കൂടെ ഉള്ളൂ. ഒരു വലിയ ട്രേയും. ഇപ്രാവശ്യം അറേഞ്ച്മെൻറ്റ് വേറൊരു പാറ്റേണിലാക്കണമെന്നാണ് വിചാരിക്കുന്നത്, പഴയതുപോലെ വെക്കാനല്ല. കാരണം 7 വിളക്കുള്ളത് കത്തിക്കേണ്ട ഒരു സമയം വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് കത്തിക്കണമെങ്കിൽ ഈ പ്ലേറ്റിൽ എല്ലാ ഇതും വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ഥലമില്ല ട്രേ. അപ്പോൾ ട്രേ ഇല്ലാണ്ട് അലങ്കരിച്ചിട്ട് ചെയ്യാനുള്ള പരിപാടി. ഇത് ഈ പാത്രത്തിൻ്റെ ക്വാളിറ്റിയാണോ മെറ്റലിൻ്റെ ക്വാളിറ്റിയാണോ എന്താണെന്നറിയില്ല. നമുക്ക് അവിടെ ചുവപ്പ് കളറ് കുറച്ച് തരാം. ഇത് ഞാൻ എത്ര ചെയ്തിട്ടും പോകുന്നില്ല. ബ്രാസിൻ്റെ ആ ഒരു എഫക്റ്റ് കുറച്ച് കുറവാണ്. ഇച്ചിരി ചുവപ്പ് കൂടുതലുണ്ട് അതിനകത്ത്. എനിക്ക് ആ മെറ്റലിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസമാണോന്നറിയില്ല. അതോ ഇനി എൻ്റെ കൈയുടെ ഇത് പ്രശ്നത്തിന് തേക്കാത്തതിൻ്റെ ഇതാണോ എന്നറിയില്ല. ഇതെല്ലാം ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓൾറെഡി ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഇത് കുറച്ച് തേച്ചതാണ്. ഇത്രേ പോകുന്നുള്ളൂ, എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ.
ഇനി നമ്മുടെ രുദ്രാക്ഷം, ഇത് ശിവാഭരണത്തിൻ്റെ വേറൊരെണ്ണം. ഈ 3 രുദ്രാക്ഷവും എനിക്ക് അമ്മ തന്നു. അമ്മയ്ക്ക് ചേച്ചി കൊണ്ട് കൊടുത്തു. അമ്മ എനിക്ക് 3 തന്നു. അത് ഞാൻ സ്വർണ്ണത്തിൽ കോർത്ത് വെച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു വെള്ളി ബ്രേസ്ലെറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു 24 ക്യാരറ്റിൻ്റെ. ഇതിപ്പോൾ കളർ ഇങ്ങനെ ഇരിക്കുന്നു. ഈ കളർ എങ്ങനെ പോളിഷ് ചെയ്തെടുക്കണമെന്ന് എനിക്കറിയത്തില്ല, സിൽവറിൻ്റെത്. അപ്പം ഞാൻ സിൽവറിനും ഇതും ഒരേ രീതിയിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഈ സിൽവറിൽ മാത്രം ഞാൻ ഈ സിട്രിക് ആസിഡിൻ്റെ പേസ്റ്റൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. അതിനി ക്ലീൻ ചെയ്യുമ്പോൾ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തതാണ് ഒരിക്കൽ, പക്ഷെ എനിക്ക് പോയി കിട്ടി, എന്തൊക്കെയോ മാറി കിട്ടി. പക്ഷെ ആ സിൽവറിൻ്റെ ഷൈനിങ് വന്നിട്ടില്ല. സ്വർണത്തിലൊന്നും ചെയ്തില്ല, കാരണം ഇനി അതുവല്ലം പോയാലോന്ന് ഓർത്തിട്ടേ. ശിവാഭരണം ഗുരരൂപം പഞ്ചയിന്ദ്രി താരകം നാഗരാജൻ ഭജീഹം. ഇത് ശിവലിംഗത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ട്രേ, ലാസ്റ്റ് ബട്ട് വൺ പീസ്. ഇച്ചിരി ഞാൻ മെനക്കെടുത്തു, കാരണം ഇതിനകത്ത് എണ്ണ വീഴും, വെള്ളം വീഴും, എല്ലാം കൊണ്ട് വെക്കുന്നതല്ലേ. അപ്പം അതൊക്കെ ഒന്ന്. മെറ്റൽ സ്ക്രബ്ബർ ഉണ്ട് എൻ്റെ അടുത്ത്, അത് വെച്ച് തേച്ചാൽ ശരിയാവുമോ എന്ന് അറിയത്തില്ല. പക്ഷെ തേച്ച് കഴിഞ്ഞാൽ മാർക്സ് വരും. സ്ക്രബ്ബറും മെറ്റലിൻ്റെ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചകിരിയാണെങ്കിൽ അതുപോലെയൊക്കെ തന്നെ കണക്കാണ്, ഇല്ലാന്നല്ല. എനിക്ക് സ്ക്രാച്ച് വരാതെ എങ്ങനെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നോക്കുവാണ്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും പോകുന്നുണ്ട് കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായി തന്നെ. വീട്ടിൽ നല്ല ആരോഗ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരെ കൊണ്ട് ഒന്ന് ചെയ്യിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രാസ് സാധനങ്ങൾ, ഇല്ലെങ്കിൽ ബ്രാസ് സാധനങ്ങൾ അധികം വാങ്ങിക്കാൻ പോകരുത്. കേരളത്തിൽ നാട്ടിലാണെങ്കിൽ കൊണ്ടുപോയി പോളിഷ് ചെയ്യാൻ കൊണ്ടു കൊടുക്കാം കടകളിൽ. അപ്പം ഇതെല്ലാം ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റോടെ എല്ലാം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇബ്രാഹിം ഇതായത് MRTയോ അങ്ങനെ ഏതൊരു കടയുള്ളൂ, ആ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് കുറച്ച് വർഷമായി. ഇനി ഈ ട്രേ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പോകുന്നില്ല, അത് സൈഡിൽ ഇങ്ങനെ വെച്ചേക്കും, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇവിടെ ഒട്ടിപ്പിടിച്ചിരുന്ന ഇതൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. സീ എൻ്റെ ബാക്ക് സൈഡും സെയിം എഫക്റ്റ്, ലൈക്ക് ന്യൂ, ബ്രാൻഡ് ന്യൂ. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനം ശിവലിംഗം.
ഇതിൽ ഞാൻ വേറെ ഒന്നും തേച്ച് പിടിപ്പിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് പുള്ളിനെ ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ, ടാപ്പ് ആ സൈഡിലോട്ട് തിരിക്കാം, നല്ല തണുത്ത വെള്ളത്തിൽ അഭിഷേകം ചെയ്ത് കൊടുക്കാം. പുള്ളിക്ക് ചൂടുവെള്ളം താങ്ങത്തില്ല ശിവലിംഗത്തിന്. ഇതൊരു കറുത്ത കല്ലാണ് കേട്ടോ. ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കല്ല് എൻ്റെ അടുത്തിരുന്ന് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ചേഞ്ച് ആവുകയാണ്. ഇപ്പം വൈറ്റായിട്ട് മാറുകയാണ്. ഞാനിത് തേച്ച് പിടിപ്പിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. ഇതിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ജയദീപ് ഇത് മൈസൂരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജയദീപ് വാങ്ങിച്ചതോ എന്താണെന്നറിയില്ല, ആൾക്ക് കിട്ടിയതാണ് കുഞ്ഞിലെ ജയദീപിൻ്റെ ഇത്. അപ്പം എവിടെ പോയാലും ഇത് കൊണ്ട് വീട്ടിൽ വെച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഇവിടെ വന്നു ക്യാൻറ്റീനിൽ വന്നപ്പോഴത്തേക്ക് ഇത് ആദ്യം കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. രണ്ടാമതൊരു ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് ആ ഫ്രണ്ടിനെ കൊണ്ട് ഏൽപ്പിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ ശിവലിംഗം തിരിച്ച് വരേണ്ട അടുത്ത് വന്നു. ഇത് വന്നതിന് ശേഷം പോളിഷ് മാറാൻ തുടങ്ങി. ബ്ലാക്കിൽ നിന്ന് ഇറ്റ് സ്റ്റാർട്ടഡ് സ്ലോലി വൈറ്റ് ആവുന്നു. എന്താണെന്ന് അറിയില്ല എൻ്റെ പ്രത്യേകത. എന്തെങ്കിലും കല്ലിൻ്റെ വ്യത്യാസമാണോ അതോ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതിനാണോ ഇങ്ങനെ ആവുന്നത് ഒന്നും തന്നെ അറിയില്ല. പിന്നെ വിളക്ക് വെച്ചിട്ട് നമ്മൾ ഈ സാധാരണ പുള്ളി ഭസ്മൊക്കെ ഇങ്ങനെ 3 ഇതായിട്ട് തേച്ച് കൊടുക്കുമല്ലോ. ചില സമയത്ത് ആളുടെ കണ്ണും രൂപമൊക്കെ ഇതിനകത്ത് കാണുന്ന പോലെ ഒരു ഫീൽ എനിക്ക്. എൻ്റെ ഒരു മൈൻഡിൻ്റെ ഒരു ഇതാണ്. ഇത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു സാധനം, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. നൗ ഇറ്റ്സ് ലൈക്ക് ടോണിങ് ടു വൈറ്റ് കളർ. വൈറ്റ് നല്ല കറുത്ത കല്ലായിരുന്നു ഇത്, ഇപ്പോൾ വൈറ്റ് ആവുക ഇതിൽ. പിന്നെ അതുപോലെ എനിക്ക് ഈ ശിവലിംഗം ഇങ്ങോട്ട് വെക്കണോ, ഈ മൂക്ക് ഇങ്ങോട്ട് വെക്കണോ എങ്ങനെയാണെന്ന് അറിയുന്ന രീതിയിലങ്ങ് വെക്കുവാണ് ഞാൻ. എന്നിട്ട് ഇതിലാണ് ബാക്കി ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ ഇവിടുത്തെ ടവൽ വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ. സോ എല്ലാം കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുങ്കുമവും ഭസ്മമൊക്കെ തേച്ച് പിടിപ്പിക്കാനുള്ള പരിപാടി. ശിവലിംഗത്തെ അവിടെ വെക്കാം. ഇനി ബാക്കി എൻ്റെ ഈ സാധനങ്ങൾ ഈ ട്രേ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കഴിഞ്ഞാൽ സിട്രിക് ആസിഡിൻ്റെ വെള്ളത്തിൽ ഈ കഴുകിയ ഇതില്ല വെള്ളം വാഷ് ബേസിൻ സൂപ്പറായിട്ട് തിളങ്ങാൻ തുടങ്ങി. ചെറിയ കറയൊക്കെ പിടിച്ചിട്ടുള്ളത് അതെല്ലാം മാറി. സിട്രിക് ആസിഡും വിനീഗറിൻ്റെ അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വിളക്ക് കഴിയുന്ന ദിവസം അതിൻ്റെ ഇത് വെച്ചിട്ട് കുറച്ചേരം ഇവിടെ ഞാൻ ബാക്കി പരിപാടിയൊക്കെ ഇതിൽ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഈ വാഷ് ബേസിന് നല്ല എന്തെങ്കിലും ചെറിയൊരു സ്ലാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബ്ലീച്ച് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു, എല്ലാം അങ്ങ് പോകും. ഇതാ ഞാൻ പറഞ്ഞത് എന്ത് രസം എന്നൊക്കെ. ഒരു കറിയോ ഒന്നുമില്ല. നേരത്തെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതായിട്ട് ഫീൽ ചെയ്യാതെ ഇപ്പം എൻ്റെ സിങ്ക് നല്ല ഷൈൻ ചെയ്യുന്നത്. 2 സിങ്കും കറക്റ്റായിട്ട് ശിവലിംഗത്തിന് ഒരുക്കാനുള്ള പരിപാടി. എല്ലാത്തിനും പൊട്ടൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. പതുക്കെ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. എന്നിട്ട് ഭസ്മം ഈ ഭസ്മം തേച്ചുകൊണ്ടാണ് വെളുത്തു എന്ന് പറയുന്നത്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതല്ല സംഭവം. ഇത് ശരിക്കും വെളുക്കുന്നുണ്ട്. ശരിക്കും സ്ട്രക്ചറൊക്കെ മാറുന്നുണ്ട്, വെളുക്കുന്നുണ്ട്.
ഐ ഡോണ്ട് നോ, എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. എന്താണെന്നറിയില്ല, നല്ലൊരു ഇതിനകത്ത് പൂക്കളങ്ങനെ ഇല്ല ഇടാനായിട്ട്. അപ്പം ഞാൻ ഇച്ചിരി അരിയും മഞ്ഞളും മിക്സ് ചെയ്ത് ഒരു അക്ഷന്തൽ ഉണ്ടാക്കാൻ പോവാണ്. ശിവൻ അവിടെ ഇരിക്കട്ടെ തൽക്കാലം. കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം. ഇതാണ് അക്ഷന്തളം എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഐ ഡോണ്ട് ഹാവ് ഫ്ലവേഴ്സ് ടു ഓഫർ. അപ്പം സോ വാട്ട് ഐ ഡു, ഇത് എൻ്റെ ഇതിനകത്ത് എടുത്ത് വയ്ക്കും ഞാൻ കളക്ഷൻ സീരീസിൽ. ഏത് കളക്ഷൻ സീരീസിൽ? അതായത് മഞ്ഞളും കുങ്കുമൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തിന് ഐ ജസ്റ്റ് കീപ് ഇറ്റ് ഹിയർ. അവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ഇപ്പം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് ഓഫർ ഫ്യൂ ഇങ്ങനെ. ഇനി പുള്ളിയുടെ ആഭരണങ്ങൾ. നാഗർക്ക് മഞ്ഞൾ, അതിൻ്റെ കൂട്ടത്തിൽ ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് അരിയും കൂടി മഞ്ഞൾ അരിയില്ലേ ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് അക്ഷരത്തിൽ എന്ന് പറയുന്നത്, അതങ്ങ് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ സി, കൂടുതലൊന്നുമില്ല. എന്നിട്ട് ഇത് ഈ സൈഡിലെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ രുദ്രാഭരണം, പുള്ളിയുടെ അടുത്ത ആഭരണം രുദ്രാക്ഷം, ഇതിന് മഞ്ഞളും കുങ്കുമവും. എനിക്ക് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്നൊന്നും അറിയില്ല, ഇത് എൻ്റെ രീതിയിൽ. അപ്പം ഇത് സപ്പോർട്ടിന് നാഗർ അല്ലാണ്ട് ഇരിക്കത്തില്ല. അപ്പം ഞാൻ ഈ മാല ഇതിനകത്ത് ഇട്ടിട്ട് അതിനുള്ളിൽ ഈ നാഗറിൻ്റെ ഇത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കയറ്റി വയ്ക്കുക ചെയ്യുന്നത്. അപ്പം ശിവൻ്റെ ആഭരണങ്ങൾ ശിവൻ്റെ കഴുത്തിനോടൊപ്പം ചുറ്റിയിരിക്കണം. ഇത് പലപ്പോഴും ഞാൻ പല പൊസിഷനിൽ ഇങ്ങനെ വെക്കാനൊക്കെ നോക്കും, ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിൽക്കാൻ. അതുകൊണ്ട് ഈ സൈഡിൽ എപ്പോഴും പലപ്പോഴും എനിക്ക് കിട്ടുന്നത് കറക്റ്റായിട്ട് നിൽക്കാൻ. ശിവൻ്റെ ഇങ്ങനെ കഴുത്തിലിങ്ങനെ ചുറ്റി ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഇതൊന്നും കാണിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. ശരിക്കും ഡാൻസ് കളിക്കുന്നവരൊക്കെ ആ മുദ്രകൾ അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നാൽ എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്യും. എനിക്കത് അതിൽ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിരിക്കുകയും ചെയ്യും. ദറ്റ്സ് മൈ വട്ട്. ഇനി അടുത്ത ആക്ച്വലി ഗണപതി വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഞാൻ ശിവനെ ലാസ്റ്റ് ചെയ്തുകൊണ്ട് അത് തുടങ്ങി, ഈർപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇനി മഞ്ഞൾ പുള്ളിക്ക് അക്ഷന്തൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുവാണ്. ഇങ്ങനെ ഞാൻ എൻ്റെ ഓരോരോ ഇതും എല്ലാം ഫൈനലായിട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് വയ്ക്കും. ഇതെല്ലാം വെക്കുന്നതിന് ഒരു പ്ലേറ്റ് ഇതുണ്ട് കേട്ടോ, ട്രേസ്. അപ്പോൾ സ്റ്റാൻഡിനനുസരിച്ചിട്ട് ഓരോ കുഞ്ഞു സ്റ്റാൻഡുകളുണ്ട്. ആ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം ഈ തട്ടത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ചെയ്യും. ഇത് ഫൈനലായിട്ട് എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ട്രെയിനെടുത്ത് മാറ്റി വെച്ചു. നേരത്തെ ട്രെയിനിലായിരുന്നല്ലോ ഇതൊക്കെ വെച്ചിരുന്നത്. കാരണം വെച്ചാൽ ഞാനിത് ഒന്നിന്ന് തുടങ്ങുവാണ് 7 തിരിയുള്ള വിളക്ക് കത്തിക്കാനായിട്ട്. അപ്പം അത് വെക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ആ പ്ലേറ്റിൽ തികയത്തില്ല ട്രെയിൽ. ഇതെൻ്റെ റെഗുലർ വിളക്ക്, ഒരു തിരിയുടെ ശാമ്പ്രാണിയൊക്കെ കൊളുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് കുളിച്ചതിന് ശേഷം വിളക്ക് കത്തിക്കും. എൻ്റെ ലക്ഷ്മി ദേവിയുടെ ആ മാല കണ്ടോ, ഏലക്ക മാലയാണ്. അതിൽ തുളസി ഇലയും കുറച്ച് കർപ്പൂരവും ഇട്ടിട്ടുണ്ട്.
നമ്മുടെ എന്ത് വിളക്ക്, എന്താ ആ കണ്ണാടി, മറന്നും പോയി, വാക്ക് കിട്ടുന്നില്ല. വാൽക്കണ്ണാടി ശിവ. നമുക്കിനി കുറച്ച് പൂക്കൾ ഒപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കണം. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇൻ ഷോർട്ട്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും.